ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചൈനീസ് ഡ്രാമയാണ്. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രാമയിലെ ഒരു ഹീറോയിനാണ്. ഇവളുടെ പേരാണ് ലില്ലി. ലില്ലിയുടെയും നമ്മുടെ ഹീറോയിൻ്റെ മാരേജാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ജസ്റ്റ് ഇട്ട് നോക്കാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ലില്ലി ആണെങ്കിൽ ആർക്കോ കോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹീറോ ആണെങ്കിൽ തൊട്ട് ബാക്കിൽ ഇത് കാണുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു പെൺകുട്ടിയുടെ റിവെഞ്ചാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആൺകുട്ടിയുടെ റിവെഞ്ചാണ്. അതായത് നമ്മുടെ ഈ ലില്ലി ആണെങ്കിൽ നമ്മുടെ ഹീറോനെ നല്ല രീതിയിൽ നൈസായിട്ട് ചതിക്കുന്നുണ്ട്. അപ്പോൾ അവളോടുള്ള പ്രതികാരമാണ് നമ്മുടെ ഈ ഡ്രാമയിൽ കാണുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ട്. ആ കോളിൽ പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോ മാരേജ് ചെയ്യാൻ പോണ ലില്ലി ഉണ്ടല്ലോ, അവൾക്ക് വേറെ ഒരു ചെക്കനായിട്ട് റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്ക് അറിയാം ഈ പെണ്ണിനാണെങ്കിൽ ഒരു ചെക്കൻ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ പേരാണ് സാം. ഇവളുടെ ഫ്രണ്ട്സിനെ മുന്നിൽ വെച്ചിട്ടായിരിക്കും പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹീറോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് നിങ്ങളാണ് ബെസ്റ്റ് കപ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് നീ വാനിനെ മാരേജ് ചെയ്യാനുള്ള ചോദിക്കുന്നുണ്ട്. വാൻ എന്ന് വെച്ചാൽ വേറെ ആരെയല്ല, നമ്മുടെ ഹീറോൻ്റെ പേരാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് വാനിനെ മാരേജ് ചെയ്യും, പക്ഷേ എനിക്ക് ഇവന് ഇഷ്ടമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ചെക്കൻ പറയാണ് സാമ് നീ എന്നെ തന്നെ മാരേജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയുമ്പോൾ പുള്ളി ലൈറ്റായിട്ട് സ്മൈലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹീറോ ആലോചിക്കുകയാണ്. കാരണം ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലില്ലി ആണെങ്കിൽ കോളിൽ സംസാരിക്കുന്നത് വേറെ ആരും അടുത്തല്ല, സാമിൻ്റെ അടുത്തൊക്കെയാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ചിരിച്ച് കളിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പുറത്ത് തൊട്ട് തന്നെ നമ്മുടെ ഹീറോയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം പറയുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ ലില്ലി ഇവനെ ചീറ്റ് ചെയ്യാൻ ഇവനെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലില്ലി കോളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയും കൂടെ വന്ന് ഹഗ് ചെയ്തിട്ട് പറയാണ് വാങ് നീ ഒരുപാട് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ താങ്ക്സ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ വാം ചോദിക്കേണ്ട ആരാണ് ഫോണിൽ ചോദിക്കുമ്പോൾ ഇവള് ലൈറ്റായിട്ടൊന്ന് പതറുണ്ട്. അവൾ പറയണേ എൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വാങ്ങിൻ്റെ അടുത്ത് പറയാണ് നമ്മുടെ മാരേജ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യണം 3 days എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരും ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ വാങ്ങാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ അടക്കൊതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലില്ലി വന്നിട്ട് ഇവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഇവൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത് ഇവള് പറയുന്നത് നിൻ്റെ ഫേവറേറ്റ് എല്ലാം ചോദിക്കുമ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അത് വേറെ നല്ല ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ ഒരു ചോക്ലേറ്റ് പീസ് നമ്മുടെ സാമിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയണ്ടായിരിക്കും വാമിന് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവൻ ആലോചിക്കുന്നുണ്ട്. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ലില്ലിൻ്റെ കഴുത്തിലാണെങ്കിൽ ചെറിയൊരു പാട് കാണും. ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലില്ലിക്ക് പെട്ടെന്ന് എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ലില്ലി ആണെങ്കിൽ പറയുന്ന ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചതാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇവള് നൈസായിട്ട് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവളെ കോട്ട് ഊരി കൊടുത്തിട്ട് അതൊന്ന് വാഷ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം അതിലെന്തൊരു സ്മെല്ലുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് വാഷ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ടൈമിൽ ഇവനാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ലില്ലി അന്ന് പറയുകയാണ് ഇനി ഞാൻ ഈ കോട്ട് യൂസ് ചെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. നമ്മുടെ ലില്ലിയും അതുപോലെ ഹീറോയും 5 വർഷത്തെ റിലേഷനാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ടായിരിക്കും നമുക്ക് മാരേജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ലൈഫ് ലോങ് നീ എൻ്റെ കൂടെ ഉണ്ടാവില്ല ചോദിക്കുമ്പോൾ നമ്മുടെ ലില്ലി ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത്. എന്നിട്ട് പറയുകയാണെങ്കിൽ ഇവള് പെട്ടെന്ന് ചേഞ്ച് ആയല്ലോ എന്നാണ് ഇവർ തിങ്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലില്ലി ചോദിക്കുന്നത് നീ എന്താ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവർ തമ്മിൽ പ്രൊപ്പോസൽ ചെയ്ത കാര്യമുണ്ടല്ലോ അത് പോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലില്ലിക്കാണെങ്കിൽ എന്തോ ഒരു ലെറ്റർ പോലെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ആ ഗിഫ്റ്റുകൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ മാരേജ് എന്തായാലും 3 days കഴിഞ്ഞിട്ടാണല്ലോ, അപ്പോൾ ആ ടൈമിൽ നീ ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലില്ലിയും അത്രയ്ക്ക് നല്ല ഗിഫ്റ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് നിനക്കൊരു സർപ്രൈസ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവളും നീ നൈസാന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് ഇവള് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഹഗ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവരെ പ്രൊപ്പോസ് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ പോസ്റ്റ് അതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല വിഷമം വരുന്നുണ്ട്, അതുപോലെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. കാരണം എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ലില്ലിക്കും സാമിനും സപ്പോർട്ടാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാങ് തന്നെ നമ്മുടെ ഹീറോനെ ചതിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോ ആലോചിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ലില്ലി ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ കാണുന്നത് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലില്ലി ആണെങ്കിൽ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സാമിനാണ് ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ തിരിച്ചു വരുന്നുണ്ട്. ഇവരാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവർ മനസ്സിലാവുന്നുണ്ട് കാരണം സാമിനാണ് കോൾ ചെയ്യണമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോ വരുന്നുണ്ട് നീ ആർക്ക് കോൾ ചെയ്യുന്ന ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ലില്ലി ആണെങ്കിൽ അതെൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ അവിടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനെ എടുത്താണെങ്കിൽ നമ്മുടെ ലില്ലിയുടെ ഫ്രണ്ട്സൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ചിയേഴ്സ് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലില്ലിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ എൻജോയ് ചെയ്യുന്നു പറയുന്നുണ്ട് ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ ലില്ലിയും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ
നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ലില്ലിക്ക് ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പോയില്ല. അപ്പോൾ തൊട്ട് പിറകിലായിട്ട് നമ്മുടെ സാം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ലില്ലിയുടെ ബോയ് ഫ്രണ്ട്, അവനാണെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവൻ വരണമെന്നാണെങ്കിൽ നമ്മുടെ ഹീറോ അവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കും. കാരണം ആക്ച്വലി നമ്മുടെ ഹീറോ പോയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ നമ്മുടെ സാമ വന്നിട്ട് നമ്മുടെ ലില്ലിയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് ക്ലോസ് ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹീറോ കണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ സാം പറഞ്ഞിക്ക് ഒരു കിസ് വേണമെന്ന് പറഞ്ഞാൽ അവൾ കിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ചിരപ്പയാണ്. അങ്ങനെ കുറച്ച് ബോയ്സ് വരാണ്ട് ഈ മെയിൽ മോഡൽസ് ഉണ്ടല്ലോ അവരാണ് വരുന്നത്. അതായത് ഇവരൊന്ന് ചീറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവർ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ എന്താണെന്നറിയില്ല, നെഞ്ചുവേദന പോലെ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന ടൈമിൽ വീഴുന്നുണ്ട്. അങ്ങനെ ഇവർ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഹീറോ ആണെന്ന് നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ടൈമിൽ ഹീറോ പറയുന്നത് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ലില്ലിയും അതുപോലെ അവളുടെ ബോയ് ഫ്രണ്ടും പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് ലില്ലിനെ കുറിച്ച് സംസാരിച്ച് വരണം. നമ്മുടെ ഹീറോ ആണെങ്കിൽ ലില്ലിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലില്ലിക്കും കണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ആകെ ഷോക്ക് പോലെ ആവുന്നുണ്ട്. ഇവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ വാങ്ങി ഇവിടെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ സാമാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ എടുത്ത് പരിചയപ്പെടുന്നത് എൻ്റെ പേര് സാം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ മാരേജ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മാരേജ് പോസ്റ്റ്പോൺ ചെയ്തില്ലെന്നൊക്കെ സാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് നീ നിൻ്റെ ഫ്രണ്ടിനെ കെയർ ചെയ്യുന്നു പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലില്ലി പോകാൻ നിൽക്കുന്ന ടൈമിൽ ഈ സാമാണെങ്കിൽ ലില്ലിനെ പിടിച്ച് അവിടെ നിർത്തുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിൻ്റെ ലഗേജൊക്കെ പാക്ക് ചെയ്യാണ്. കാരണം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. കാരണം ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു ലില്ലി ഇവനെ ചീറ്റ് ചെയ്യാന്നെങ്കിൽ ഇവിടെ നിന്നിട്ട് കാറിലെന്നു മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കുറേ തിങ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ സെർവറിനോട് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കളയാൻ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ലില്ലി വരുന്നുണ്ട്. ലില്ലി വന്നിട്ട് പറയിക്കോടെ ഹഗ് ചെയ്തിട്ട് പറയണ വാ എവിടേക്ക് പോകാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ഇവളെ കഴുത്തിൽ പിടിച്ചിട്ട് പറയുകയാണ് ലില്ലി നീ എന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലില്ലി പറയുന്നുണ്ട് ഇല്ല ഞാൻ നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയാണ് അല്ല നമ്മുടെ മാരേജ് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ലില്ലി പറയുന്നത് എന്തായാലും ഞാൻ നിന്നെ മാരേജ് ചെയ്യും വാക്കാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം സാമിൻ്റെ കോളാണ്. അങ്ങനെ ഇവള് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ നേരെ വരുന്നത് അവൻ്റെ വീട്ടിലേക്കാണ്. അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എന്തായാലും എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ലില്ലിയായിട്ടുള്ള റിലേഷൻ ഞാൻ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ലില്ലി ആണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനും സാമിനും ഒക്കെ നല്ല രീതിയിലൊക്കെ എൻജോയ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നില്ല. അപ്പം അമ്മ പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നില്ല, അല്ലെങ്കിൽ നിനക്ക് പറ്റിയ പെണ്ണല്ല ലില്ലി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ലില്ലിയുടെ പോസ്റ്ററൊക്കെയാണ് അവൻ നോക്കണത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് 3 ഡേയ്സിന് മുന്നേ തന്നെ നമ്മുടെ ലില്ലിയുടെ അതുപോലെ സാമിൻ്റെ മാരേജ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ടൈമിൽ ഇവരെ മാരേജ് ഫംഗ്ഷൻ നടക്കുന്ന ടൈമിൽ ഇവർ വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ടൈമിലാണെങ്കിലോ നമ്മുടെ ലില്ലിക്ക് ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു പോസ്റ്റ് കാണുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് ആണെന്ന് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ലില്ലി ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഹീറോനെ അവിടെ കാണുന്ന സമയത്ത് നമ്മുടെ ലില്ലി ആകെ പേടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സാമിനൊപ്പം നിൽക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് സാമ പറയുന്നുണ്ട് ഇന്ന് ലില്ലിയെ മാരേജ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ ലില്ലിക്ക് സപ്പോർട്ട് തരുന്ന സംസാരിക്കണം കേട്ടോ. സാമാണെങ്കിൽ മുട്ടുകുത്തി ആക്ട് ചെയ്യാണ് പ്ലീസ് എൻ്റെ ലില്ലിയുടെ മാരേജ് നടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലില്ലി സോറി പറയേണ്ടത് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് കേട്ടോ. എന്തായാലും നിന്നെ എനിക്കിപ്പോൾ മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലില്ലിയുടെ അടുത്താണെങ്കിൽ നമ്മുടെ ഹീറോ ഒന്നും പറയണില്ല. എന്നിട്ട് നമ്മുടെ ലില്ലി പറയുന്നുണ്ട് ഇവന് തീരെ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇവനെ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് സാമിന് കേട്ടോ. ആക്ച്വലി ഇവന് പ്രോബ്ലം ഒന്നുമില്ല, ഇവന് ക്യാൻസറാന്ന് പറഞ്ഞിട്ടാണ് സിമ്പതി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലില്ലിയുടെ അടുത്ത് നുണ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവരെ കല്യാണം നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ റിങ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തൊട്ട് ഹോളിൽ തന്നെ നമ്മുടെ ഹീറോൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോൻ്റെ മാരേജ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ലില്ലിക്കൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സാമാണെങ്കിൽ ഉണ്ടല്ലോ ആക്ട് ചെയ്യാണ് കേട്ടോ, ചുമക്കാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ലില്ലിയും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ഹീറോയുടെ പ്ലേസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോൻ്റെ ഫാദർ മദർ അവരുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരിക്കും വന്നിട്ട് നമ്മുടെ ലില്ലി വന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് എന്തായാലും നിന്നെ എനിക്ക് മാരേജ് ചെയ്യുമ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്. സമയത്ത് നമ്മുടെ ഹീറോൻ്റെ ഫാദർ പറയാണ് നിങ്ങൾ ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട്, ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ ആ ടൈമിൽ അവിടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ഇവളാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ കേട്ടോ. ഇവളെ പേര് സെലീന എന്നാണ്. സെലീന വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഫാദറിനടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെലീന കാണുമ്പോൾ ഇവള് പറയുന്നുണ്ട് അപ്പോൾ ഇതാണോ നിൻ്റെ മാരേജ് ചെയ്യാൻ പോണ പെണ്ണെന്നൊക്കെ പറഞ്ഞ് ഒരു ബർഗറാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇവളെ പിടിച്ച് നിർത്തിയിട്ട് പറയാണ് ഇവളാണ് എൻ്റെ വൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇവളെയാണ് ഞാൻ മാരേജ് ചെയ്യാൻ പോകുന്നു പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലില്ലിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ലില്ലി പറയണം
പറയണം, അപ്പോൾ നീ എനിക്ക് തന്ന വാക്ക് മറന്നു ചോദിക്കുന്നുണ്ട്, അതായത് എന്നെ മാരേജ് ചെയ്യാന്ന്. അപ്പോൾ നമ്മുടെ സ്നേഹം നീ മറന്നു എന്ന് പറഞ്ഞ് എന്നെ ചതിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലില്ലിയാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നിന്നെ ചതിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സെലീന പറയാണ്, ഇല്ല ഈ നിമിഷം മുതൽ ഇയാൾ എൻ്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്ട് ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവള് ചീത്ത പറയാണ് നമ്മുടെ ലില്ലി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ ഫാദർ വന്നിട്ട് പറയാണ്, നീ ഇവിടുന്ന് പറയണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ബോഡി ഗാർഡ്സിനെ വിളിച്ച് നിന്നെ ഇവിടുന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലില്ലിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലി ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ സെലീനയുടെ ഫാദർ വന്നിട്ട് പറയുകയാണ്, ഇവള് ബർഗർ ഗേളും നല്ലതെന്ന് പറയുന്നുണ്ട്, ഇവള് നല്ല റിച്ച് ഗേൾ തന്നെയെന്ന് പറയുന്നത്, എൻ്റെ മോളെന്ന് പറഞ്ഞ് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ആശ്ചര്യം. അതായത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സ്തംഭിച്ച് പോകണം കേട്ടോ. എന്ത് റിച്ച് ഗേളോ, അതായത് ഫാമിലി പെട്ട പെൺകുട്ടിയാണ് സെലീന എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ പറയാണ്, ഞാൻ ഇവളെ മാരേജ് ചെയ്യാൻ പോകുന്നു പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ലില്ലിയോട് ഇവിടുന്ന് പുറത്ത് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലില്ലി അപ്പോഴും പോകില്ല എന്ന് പറയുന്നുണ്ട്, കാരണം വാൻ എൻ്റെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ ഇവള് നമ്മുടെ ഹീറോനെ കാല് പിടിച്ചിട്ട് പറയാണ് മാരേജ് ചെയ്യലെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സാമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്, കാരണം മാരേജ് നടന്നില്ലല്ലോ, ഇവൻ്റെ പ്ലാനൊക്കെ മൊത്തം ഫ്ലോപ്പ് ആവാണ്. ഈ ടൈമിൽ നമ്മുടെ ലില്ലി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ മാരേജ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് സാമിയോട് സംസാരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ മാരേജ് ചെയ്യാന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോൻ്റെ അമ്മ വന്നിട്ട് വിളിക്കിട്ട് ഒരു അടി കൊടുത്തിട്ട് പറയാണ്, മതി നിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓരോ സമയം നീ 2 ബോയിനെ കൊണ്ട് നടക്കണമെന്ന് പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ ജീവിതത്തിലെങ്കിൽ നീ വേണ്ടെന്ന് പറയുന്നുണ്ട്, എൻ്റെ മരുമോൾ സെലീന എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ലില്ലിക്ക് എന്താ പറയണമെന്ന് അറിയില്ല, കാരണം ഇവിടെ കള്ളത്തരം എല്ലാവരും കണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നത്, നിങ്ങൾക്ക് പ്രൂഫ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ കംപ്ലീറ്റ് ഇവരുടെ പോസ്റ്റ് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ ഇവർക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയണത് ലില്ലിയുടെ ക്യാരക്ടർ ബാഡാന്ന് പറയുന്നുണ്ട്, ഈ ചെക്കൻ ചെയ്താണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും ഈ സമയത്ത് നമ്മുടെ ലില്ലി പറയുന്നുണ്ട് പ്ലീസ് മാരേജ് ചെയ്യലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വിളി പിടിച്ച് പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ അതുപോലെ തന്നെ നമ്മുടെ സെലീന അവർ 2 പേരും വരാണ് കേട്ടോ. അതിൽ നമ്മുടെ ഹീറോൻ്റെ മാരേജ് നടക്കാൻ പോവാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സെലീനയ്ക്ക് നമ്മുടെ ഹീറോനെ ഇഷ്ടമായിട്ട് ഫസ്റ്റ് ടൈം കാണുന്നതാണ് ഇവർ. അങ്ങനെ നമ്മുടെ സെലീന അതുപോലെ തന്നെ നമ്മുടെ ഹീറോ ഇവർ 2 പേരുടെയും മാരേജ് കഴിയാണ് കേട്ടോ അവിടെ വെച്ചിട്ട് തന്നെ. അപ്പോൾ മാരേജ് കഴിഞ്ഞ് ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ലില്ലി ഹീറോനെ കാണാൻ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോനെ കാണാണ്ട് അവൾ അവിടെ നിന്ന് പാസ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ സെലീനയുടെ അടുത്ത് സോറി പറയുന്നുണ്ട്, കാരണം ഇവൾ യൂസ് ചെയ്തല്ലോ. അപ്പോൾ ഇവള് പറയുന്നുണ്ട് സാറിലെന്ന് പറയുന്നുണ്ട്, എന്തായാലും ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ എന്തായാലും നല്ലൊരു ക്യാരക്ടറിനുള്ള ആളാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെലീനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഒരു പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ലില്ലി വരുന്നുണ്ട് കേട്ടോ. ലില്ലി വന്നിട്ട് നമ്മുടെ ഹീറോനെ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലില്ലി പറയാണ്, പ്ലീസ് എൻ്റെ അടുത്തേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ, വാങ്ങിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സെലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് നമ്മുടെ സെലീന പറയാണ്, ഇന്നലെ വരെ വാങ്ങുന്നതിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കാം, പക്ഷേ ഇന്ന് മുതൽ എൻ്റെ ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സെലീന സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ വാൻ പറയുന്നുണ്ട്, ഇങ്ങനെ നിൽക്കണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സെലീനയും കൂട്ടി അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ലില്ലിയാണെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് പറയാണ്, ഇല്ല ഞാൻ ഈ കാർ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിന്നെ വേണം വാങ്ങുന്നു പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നത് സാമിൻ്റെ അടുത്ത് അവളെ പിടിച്ചു കൊണ്ടുപോകാൻ. അങ്ങനെ അവളവിടെ നിന്ന് പിടിച്ചു കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ അതുപോലെ തന്നെ നമ്മുടെ സെലീൻ അവരാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലില്ലി ആണെങ്കിൽ പറയുന്നത്, നീ എന്തിനാ എന്നെ ടച്ച് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഇവനാണെങ്കിൽ പിടിച്ച് അവിടെ നിന്നും ഇടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പറയുന്നത്, നീ കാരണം എല്ലാം സംഭവിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ലില്ലി. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സാം പറയുന്നത്, ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലില്ലി പറയുന്നത്, നീ മാരേജ് ചെയ്യലാന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരിക്കലും. അപ്പോൾ ഈ ടൈമിൽ സാം പറയുന്നുണ്ട്, ഓൾറെഡി തന്നെ നമ്മുടെ ഹീറോൻ്റെ മാരേജ് കഴിഞ്ഞ സെലീനായിട്ട് എനിക്ക് എന്തിനാ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊക്കെ സംസാരിക്കണം. അങ്ങനെ നമ്മുടെ ലില്ലിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് ബോധം കെട്ടി വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഹീറോനെ കാണിക്കുന്നത്, നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരുന്നുണ്ട്, സാമാണ് വിളിക്കുന്നത്, നമ്മുടെ ലില്ലി ഹോസ്പിറ്റലാന്ന് പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒന്ന് അർജൻറ്റായിട്ട് ഇവിടെ വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. സെലീന ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ലില്ലി ഹോസ്പിറ്റലാണ്, ലാസ്റ്റ് ടൈം ഞാൻ അവളൊന്ന് കാണട്ടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സെലീന പറയുന്നുണ്ട്, കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്, ഞാനും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സെലീനയും നമ്മുടെ ഹീറോയും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ സാമിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാമ് ഹീറോ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയ ടൈമിൽ സാമു വന്നിട്ട് നമ്മുടെ ഹീറോനെ പിടിച്ച് തല്ലാൻ വരുന്നുണ്ട്. ആ ടൈമിൽ സെലീനെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലില്ലിയാണെങ്കിൽ നമ്മുടെ വാങ്ങിൻ്റെ പേരാണ് പറയുന്നത്. നമ്മുടെ ഹീറോൻ്റെ സാം പറയാണ്, നീ കാരണമാണ് വിളിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നേഴ്സൊക്കെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ നമ്മുടെ സെലീനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലില്ലിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ വാങ്ങി നീ വന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, നീ എന്നെ വിട്ട് പോലെന്ന് പറയുന്നത് എനിക്കിതിന് ഒരുപാട് ഇഷ്ടമാണ്, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ വാങ്ങാണെങ്കിൽ ഒന്നും വേണ്ടല്ലേ നമ്മുടെ ഹീറോ
അപ്പോൾ പറയുന്നത് ഇപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ ആയല്ലോ, നിനക്ക് ബോധമൊക്കെ വന്നില്ലെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ സെലീന പറയേണ്ടത് ലില്ലി ഇപ്പോൾ വാങ്ങ എൻ്റെ ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നീ ഇനി നമ്മുടെ വാങ്ങിനെ വിളിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെലീനാണെങ്കിൽ ലില്ലിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ലില്ലിക്ക് ദേഷ്യം വന്നിട്ട് പറയണേ, ഇല്ല ഒരിക്കലും നിൻ്റെ ഹസ്ബൻഡ് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഹീറോ അതുപോലെ തന്നെ നമ്മുടെ സെലീന അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സെലീന പറയുന്നുണ്ട് നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവള് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ലില്ലി ആണെങ്കിൽ ഭയങ്കരമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നഴ്സ് വന്നിട്ട് പറയാണ് നമ്മുടെ ലില്ലിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത് നോക്കുന്ന സമയത്ത് പറയാണ് നമ്മുടെ ലില്ലി പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നത്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ സാമിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം ഇവൻ്റെ കൊച്ചാണ് ഉള്ളത്. അപ്പം നമ്മുടെ ലില്ലിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം ആകെയുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാങ്ങായിട്ട് ഒന്നിക്കുന്നതാണ്. ഇപ്പോൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനായിട്ട് ഒന്നിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവള് പറയാണ് ഇല്ല ഈ കുട്ടീനെ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സാം പറയുന്നുണ്ട് നീ എന്താ ലില്ലി പറയണേ, എൻ്റെ കുട്ടീനെ കളയാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ലില്ലിയുടെ ഫ്രണ്ട് വരുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് നമ്മുടെ സാം പറയാണ് ലില്ലി പ്രഗ്നൻ്റ് ആണ്, പക്ഷേ അവൾ ആ കൊച്ചിനെ അബോർഷൻ ചെയ്യാൻ പോവാണ്, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഫ്രണ്ട് ലില്ലിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ലില്ലി പറയുന്നുണ്ട് എനിക്ക് സാമിനല്ല വേണ്ടത്, എനിക്ക് വാങ്ങിനെയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കൊച്ചു വേണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലില്ലിയാണെങ്കിൽ അബോർഷൻ ചെയ്യാൻ പോകുന്ന ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഇവളും വീട്ടിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ഫ്രണ്ട് പറയാണ് നീ കാരണം അവളുടെ ലൈഫ് ഇങ്ങനെ ആയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൾ വാങ്ങിയിട്ട് മാരേജ് നടക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ഇടയിൽ വന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സാം എന്താ പറഞ്ഞിട്ടും ആ കൊച്ചിനാണെങ്കിൽ അബോർഷൻ ചെയ്ത് കളണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ലില്ലിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരാണ്. ഈ സമയത്താണ് നമ്മുടെ ഹീറോ കൊടുത്ത ആ ഒരു ലെറ്റർ ഉണ്ടായിരിക്കുമല്ലോ, അതായത് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ലെറ്ററിൽ എല്ലാ കാര്യങ്ങളും ഇത് വന്നിട്ട് നമ്മുടെ ലില്ലി പറയണം ഓൾറെഡി നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലില്ലി കുറച്ച് സാഡ് ആവണം. അപ്പോൾ ഇങ്ങനെ സർവൻറ്റ് ഇവിടെ തിങ്സ് കാര്യങ്ങളൊക്കെ കളഞ്ഞില്ല അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ലില്ലി നേരെ നമ്മുടെ സെലീനയുടെ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സെലീനും ഹീറോയും അവരൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞ് വരാൻ കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ലില്ലി ആണെങ്കിൽ നമ്മുടെ ഹീറോനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലില്ലി വന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയുകയാണ് നീ ഇവിടെ വിട്ട് എൻ്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞ് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സെലീന പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട്. ഒരാളെ ഹസ്ബൻഡിനെ ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നത് മോശമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവളെ മുന്നിൽ വെച്ചിട്ട് അവനൊരു കിസ് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ലില്ലി ആണെങ്കിൽ ഇവൾ അടിക്കാൻ പോകുന്ന ടൈമിൽ നമ്മുടെ ലില്ലിക്കിട്ട് ഒരടി ഇവള് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണം നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഓരോന്നും പറഞ്ഞ് വരുമെന്ന് പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം എനിക്കറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സെലീനെ സംസാരിക്കണമെങ്കിൽ മേലെ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആർക്കും എന്നെ പ്രതികരണം എന്ന് പറഞ്ഞിട്ട് ഇവള് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ വാം പറയുന്നുണ്ട് സെലീന പറഞ്ഞില്ല അതന്നെയാണ് എനിക്കും പറയാനുള്ളൂ എന്ന് പറയുന്നുണ്ട്, എൻ്റെ വൈഫാണ് സെലീന എന്ന് പറയുന്നുണ്ട്, ഇനി മേലെ എന്നെ ശല്യം ചെയ്യുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ലില്ലി ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും ലവ് ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ പറയുന്നത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷെ നീ എന്നെ ചീറ്റ് ചെയ്യുന്നു പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ കാറിൽ കയറേണ്ട ഈ ടൈമിൽ നമ്മുടെ സെലീനോട് പറയുന്നുണ്ട് സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സെലീന പറയുന്നത് എന്തിനാ സോറി എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെ മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ലില്ലി കേൾക്കുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഇവൻ ഒരുപാട് മിസ്സാവുന്നുണ്ട് ഇവള്. പിന്നീട് ഇവർ ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കണം നമ്മുടെ സെലീന ഹീറോൻ്റെ ഫാദർ മദർ അങ്ങനെ എല്ലാവരും കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ലില്ലി പുറത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോൾ ഈ ബഹളം കേൾക്കുന്ന സമയത്ത് നമ്മുടെ സെലീന പുറത്തേക്ക് വരണമെന്ന് ചോദിക്കുകയാണ് എനിക്ക് കിട്ടിയതൊന്നും പോലെയും ചോദിക്കുന്നുണ്ട്, നീ വീണ്ടും വീണ്ടും എന്തിനാണ് ഞങ്ങളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. എന്ത് തന്നെ വിചാരിച്ചാലും വാങ്ങ നിൻ്റെ കൂടെ വരില്ല, വാങ്ങ എൻ്റെ ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. സെക്യൂരിറ്റി ഗാർഡിനെ വിളിച്ചിട്ട് ഇവിടെ പുറത്താക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവളെ പിടിച്ച് അവിടെ നിന്ന് പുറത്താക്കണേ. അങ്ങനെ നമ്മുടെ സെലീന വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ജോയിൻ ആവാണ്. ഈ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. കാരണം ലില്ലി കോൾ ചെയ്യേണ്ട അതായത് ഇവളാണ് വന്നതെന്ന് മനസ്സിലാവണം. അങ്ങനെ ഇവനാണെങ്കിൽ കോൾ കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലില്ലി ആണെങ്കിൽ പറയുകയാണ് നീ ഇപ്പം എൻ്റെ കോള് പോലും അറ്റൻഡ് എന്ന് പറയുന്നുണ്ട്. ഒരു കാലത്ത് ഞാൻ നിൻ്റെ ആരെല്ലാമായിരുന്നു പക്ഷെ ഞാനാണ് നിന്നെ മിസ്സാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലില്ലി ആണെങ്കിൽ മുന്നേ ഇതുപോലെ റോഡ് സൈഡിൽ വന്നിരിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ വാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട്. ഈ ടൈമിൽ ഇവൻ കുറച്ച് ലേറ്റായിട്ട് പറയുന്നുണ്ട് സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നീ മഞ്ഞത്തിരിക്കലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലില്ലിനെ നല്ല കെയറിങ്ങോട് കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി ഇതൊക്കെ ഇവിടെ ആലോചിച്ചിട്ട് അവിടെ നിന്ന് കരയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ വാങ്ങിനാണ് കാണിക്കുന്നത്. വാങ്ങാണെങ്കിൽ അവൻ്റെ അമ്മയെടുത്ത് പറയുകയാണ് എനിക്ക് നല്ലൊരു വൈഫിനാണ് കിട്ടിയെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും പറയുകയാണ് എനിക്കറിയാം അവൾ നല്ലൊരു വൈഫായിരിക്കുന്നു പറഞ്ഞ് സെലീനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ മീറ്റ് ചെയ്യാൻ വരാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹീറോ അതുപോലെ തന്നെ ഹീറോൻ്റെ വൈഫ് ഉണ്ടല്ലോ ഇവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ലില്ലിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സാഡ് ആവുന്നുണ്ട്. അങ്ങനെ ആളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കാണ് കേട്ടോ. അതായത് ലില്ലി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഹീറോൻ്റെ അടുത്ത് നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ കുട്ടീനെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ ചോദിക്കുമ്പോൾ അവനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്തവൾ ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെലീന പറയുകയാണ് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ലില്ലി കേൾക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി കേൾക്കുന്നത് നമ്മുടെ ഹീറോയും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സെലീന ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല നത്തിങ് എന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഹാപ്പി ആയിട്ടിരിക്കുന്നോടത്ത് ഈ ഡ്രാമ എൻജോയ് ആവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക.